ഇന്ന് നമ്മൾ മുറ്റമൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ വീഡിയോ കേട്ടോ. ഇതേ ഫുള്ളും കാടാണ്. ഇതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. വൃത്തിയാക്കാം. ഒരുപാട് കാടായിപ്പോയി മുറ്റം. അതിലെല്ലാം കാട് കയറിപ്പോയി. ഇതെല്ലാം നമുക്ക് അടിച്ച് വൃത്തിയാക്കണം. ഇവിടെ എല്ലാം കാടായി. നമുക്ക് പറിച്ചെടുക്കാം. കാക്ക കരയുന്നുണ്ട്. ഉണ്ടോ കാക്കകൾ കാക്കാന്ന് പറഞ്ഞ് കൊക്ക്. അതാ കൊക്ക് കാക്ക. ആ കൊക്കതാ മടലിരിക്കുന്നു. ഉണ്ടോ ഒരു ഞാവും ഉണ്ടായിരുന്നു അവിടെ. അതിനെ കാണുന്നില്ല. 2-3 പൂച്ചകളുണ്ട്. എന്നെ അങ്ങ് കാണുമ്പോഴത്തേക്കും എൻ്റെ അടുത്തേക്ക് വരും. മീൻ നന്നാക്കുമ്പോഴൊക്കെ. ഇപ്പം ഇന്ന് രാവിലെ വന്നിട്ട് പോയതാ. അടുത്തൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഓടിയെത്തിയെന്നെ. ഇതും കൊണ്ടേ ഇതാണ് സാധനം. അതുകൊണ്ട് ഞാനിങ്ങനെ അപ്പം ആ പൊടി ചെറുതെല്ലാം അങ്ങ് പോവും. പിന്നെ അടിച്ചാൽ നല്ല വൃത്തിയായിട്ട് കിടക്കും. ഒരു വർഷം എത്ര വേഗം പോയതല്ലേ. 1 വർഷം പോയതറിഞ്ഞില്ല. ഇതിനിടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ വന്നത് ഈ 1 വർഷം കൊണ്ട്. ഒരുപാട് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ 1 വർഷം ഉണ്ടായി. ഇനി അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ വർഷമായി 10-15 ദിവസം കഴിഞ്ഞാൽ 20 ദിവസം കണ്ട ഉള്ളൂന്ന് തോന്നുന്നു. ക്രിസ്മസും കൂടെ കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് 1 വർഷം, 1 വയസ്സ് നമുക്ക് മുമ്പോട്ട് പോയി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ പാഠങ്ങൾ നമ്മൾ മറിച്ച് ഇത്രയും പ്രായത്തിനിടയ്ക്ക് നമുക്ക് വന്ന ഓരോ വർഷത്തെ ക്രിസ്മസും ഓണവും വിഷുവും അതിനിടയ്ക്കുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളും ബർത്ത്ഡേയും എല്ലാം വന്നുപോയി. ഇനി അടുത്തത് 26-ൽ വരാനിരിക്കുന്ന ബർത്ത്ഡേകൾ, ആഘോഷങ്ങൾ, ഓണം, വിഷു, ഈസ്റ്റർ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാം വീണ്ടും വരവായി. അങ്ങനെയാണ് കാലങ്ങൾ. കഴിഞ്ഞുപോയ കാലങ്ങൾ ഒരുപാട് നമുക്ക് അനുഭവങ്ങളും നല്ലതും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നല്ല കാര്യങ്ങളും കുറേ തന്നു, കുറേ നല്ലതല്ലാത്ത കുറച്ച് സങ്കടങ്ങളും. അങ്ങനെയാണല്ലോ എല്ലാവർക്കും. ഞാനൊരു ചെറിയ വീടിൻ്റെ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വർഷമായി എൻ്റെ വീട് പണി ഞാൻ എടുക്കുന്നതെന്നറിയോ? ഞാൻ പണിയെടുക്കുന്ന പൈസ കിട്ടിയിട്ട് 6 മാസം അല്ലെങ്കിൽ ഒരു 5-6 മാസം 1 കൊല്ലത്തോളം പണിയെടുത്തിട്ട് പിന്നെ ഞാൻ കൊണ്ടുപോയി കട്ട മേടിച്ചു, കല്ല് ഇറക്കി. പിന്നെ പൈസ കിട്ടിയപ്പോൾ കട്ട വാങ്ങി, പിന്നെ അത് കെട്ടി, തറ കെട്ടി, പിന്നെ കട്ട കെട്ടി. ആ കടം മേടിക്കുന്ന കടം തീർക്കൽ തന്നെ പണി. അതായത് കടം തീർത്ത് തേപ്പ് കഴിഞ്ഞു പെരേൻ്റെ. ഇനിയും അതിലൊരുപാട് പണികളുണ്ട്. ഒരുപാട് അതിലൊന്ന് കയറി താമസിക്കണമെന്ന് അതിയായ ആഗ്രഹം. അത്രയ്ക്ക് നമുക്കൊരു വീടില്ലാഞ്ഞിട്ടും നമ്മളെ അന്ന് ഒന്നുമില്ലാത്ത വാടക കിടന്നിടത്തുനിന്നു വാടകയൊക്കെ കുറേ കാലം കിടന്നു. പിന്നെ
നമ്മൾ താലി കെട്ടിക്കൊണ്ടായ ആളുടെ വീട്ടിൽ നിന്ന് ഒരു ഗതിയുമില്ലാതെ ഇറങ്ങിപ്പോരേണ്ട ഇറക്കി വിട്ടെന്ന് പറയാം എന്നൊരവസ്ഥയായിരുന്നു. അതിൽ നിന്നെല്ലാം ജോലി ചെയ്ത് ഞാൻ ഒരു വീട് അത്രയും വരെ എത്തി. എനിക്കിനി അതിൻ്റെ ബാക്കി കൂടി ചെയ്യാൻ ദൈവം അനുവദിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അത് ഞാൻ പണിയെടുത്ത് ഓരോ 4 മാസം പണിയെടുത്ത് കൊണ്ടുപോയി കടം വീട്ടും, കടം മേടിക്കും. പിന്നെ കടമെന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും കടമാണ്. എന്നാലും ഒരു വീട് എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ആരും ഇതുവരെ ഇറക്കി വിട്ട പോലെ ഇറക്കി വിട്ടാൽ നമുക്ക് നടന്നു പോകാനുള്ള ഒരു സമയമായിരുന്നു. ചെറിയ പ്രായമല്ലേ, നമ്മളൊരാളെ ഇറക്കിയിട്ടാൽ നമുക്ക് നടന്ന് ജോലിക്ക് പോകാം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇറക്കി വിട്ടാൽ നടന്ന് ജോലിക്ക് പോകാനോ നമുക്ക് നടന്നൊരു തണലത്തേക്ക് മാറിയിരിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റാത്ത അവസ്ഥയായിരിക്കും. പെരുവഴിയിലാണ് ഇട്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കേണ്ട അവസ്ഥയായിരിക്കും. എല്ലാ മനുഷ്യന്മാർക്കും ഓരോരോ കാലഘട്ടത്തിലും ഓരോ അനുഭവങ്ങളാണുള്ളത്. എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഒരുപാടെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നതിൽ കായിലും കൂടുതലാണ് എൻ്റെയൊക്കെ അനുഭവങ്ങൾ. ഇപ്പം ഞാൻ യൂട്യൂബിലൊരു ഭക്ഷണത്തിൻ്റെയൊക്കെ ഇടുന്നുണ്ട്. ഓരോ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തന്നെ നാടൻ ഭക്ഷണം ആണ്. അതിൽ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അത് ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് 5 വർഷം ആയിട്ടിപ്പോൾ. പക്ഷെ അതുകൊണ്ട് അങ്ങനെ തന്നെ പോകുന്നു എന്നല്ലാണ്ട് ഈ 5 വർഷം ഒരേപോലെയാണ് പോണത്. ഒട്ടും വ്യത്യാസമില്ല. അതിൽ നിന്ന് അങ്ങോട്ട് കയറി വരുന്നില്ല. എന്ന് വെച്ചാൽ നമുക്കങ്ങനെ വലിയ വീഡിയോകൾ ഇടാൻ പറ്റില്ല. നമ്മൾ സാധാരണക്കാരേക്കായാലും സാധാരണക്കാരാണ്. കൂലിപ്പണിക്ക് പോയിട്ട് നമ്മൾ വന്നു, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീട്ടുപണിക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി നടാൻ പോകും, ചേന നടാൻ പോകും, അതുപോലെ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിക്ക് കാട് പറിക്കാൻ പോകും. അങ്ങനെയുള്ള പണികളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നിന്നൊന്നും വലിയ വരുമാനമൊന്നും ഉണ്ടാവില്ല. അതിൽ നിന്നും തുച്ഛമായ പൈസ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ. അതുപോലെ തന്നെ ഷുഗർ കാരണം കണ്ണിന് അസുഖങ്ങളും ഒക്കെയാണ് എനിക്ക്. എന്നിട്ട് ഇതെല്ലാം വെച്ചും കൊണ്ടാണ് ഞാൻ ഒരു പെരയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു വീട്. അപ്പോൾ നമ്മൾ അത്രയും തേപ്പ് വരെ കഴിഞ്ഞിട്ടുണ്ട്. അതിയായ ആഗ്രഹമാണ് അതിലൊന്ന് കയറിക്കൂടുന്നു. പക്ഷേ സാധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് തേപ്പ് വരെ എത്തി അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഇതുപോലെ പണിയെടുത്ത് നമ്മളങ്ങനെ തീർക്കാം. കയറിക്കൂടും ഒരു ദിവസം. എന്നാന്നൊന്നും പറയാൻ പറ്റില്ല. എന്നെങ്കിലും ഒരു ദിവസം മരിക്കുന്നതിനിടയ്ക്ക് കയറി കൂടണമല്ലോ. അതിനു വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നു കഠിനമായിട്ട്. നമുക്ക് വേറൊരാൾ സഹായിക്കാനില്ല. എൻ്റെ 2 കൈകളും മാത്രമേ ഉള്ളൂ എന്നെ സഹായിക്കാൻ. അവരെ ഞാൻ മുറുകെ പിടിക്കും. എൻ്റെ 2 കൈകളെ ഞാൻ ചേർത്ത് പിടിക്കാറുണ്ട്. ഞാൻ എടുക്കുന്ന തൊഴിലിനെയും ചേർത്ത് പിടിക്കും. അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ അതിനിടയ്ക്ക് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു റീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോകുന്നില്ല. എന്നാലും അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണുന്നവർ പറയും മൊബൈലിന് തെളിച്ചില്ലാത്തതുകൊണ്ട് എന്തിനാ ഇങ്ങനെ വീഡിയോ ഇടുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് നിവൃത്തിയില്ല. നല്ലൊരു മൊബൈൽ മേടിക്കുന്നവരെ നമ്മൾ അതിലങ്ങനെ ഇടണമല്ലോ. അല്ലെങ്കിൽ പിന്നെ അത് നിന്ന് പോകും. ഇട്ടുകൊണ്ടിരുന്നല്ലേ പിന്നെ നമ്മൾ തന്നെ അതിന് മടിയാവും. അല്ലെങ്കിൽ തന്നെ ഒരു മടിയിലാണ് ഇടുന്നത്. മൊബൈൽ നല്ലതല്ല. അതുകൊണ്ട് പെട്ടെന്നൊന്നും അത് മേടിക്കാനുള്ള സാഹചര്യവും ഇല്ല. അത് ഒരു മൊബൈൽ മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീടിന് ചിലവാക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു കൂട്ടം ഒരു വാതിൽ അല്ലെങ്കിൽ അതിനൊരടപ്പ് ഒക്കെ പിടിപ്പിക്കാമല്ലോ. അത് കാരണമാണ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ആരും സഹായിക്കാനില്ല. ആരും കാര്യങ്ങൾ നമ്മൾ സ്വന്തമാണ്. നമ്മൾ ഒരമ്മയുണ്ട്. അമ്മയ്ക്ക് 85 വയസ്സോളം പ്രായമുണ്ട്. എന്നാലും അമ്മേൻ്റെ കാര്യം നോക്കിയാണ് കേട്ടോ അമ്മ നിൽക്കുന്നത്. അമ്മേനെ ആരും ഇതുവരെ സഹായിക്കാൻ വെച്ചിട്ടില്ല. അമ്മ സ്വന്തം ജോലി ചെയ്ത് അമ്മ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് അമ്മ ജീവിക്കുന്നത്. അമ്മയ്ക്ക് ആർക്കും കൊടുക്കാനുമില്ല. നമ്മളും അതുപോലെ തന്നെയാണ്. കൂലിപ്പണി എടുത്തിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അമ്മേനെ നോക്കണം, അമ്മയ്ക്ക് കൊടുക്കണം,
ഒരു വീട് വെക്കണം, അതിൽ അമ്മേനെ കൊണ്ട് താമസിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് ആഗ്രഹങ്ങളല്ലേ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടൊക്കെ സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസമാണ് എനിക്ക് എപ്പോഴും എനിക്ക് എനർജി തരുന്നത്. ഇന്ന് അത് ചെയ്യാം, നാളെ മറ്റന്നാൾ അത് ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് ആ വീടിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വാതിൽ വയ്ക്കാം, ജനൽ വയ്ക്കാം, അങ്ങനെയൊക്കെയുള്ള ചിന്തകളുമായിട്ടാണ് ഞാൻ പോകുന്നത്. എല്ലാവരും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകണം. ഞാനങ്ങനെ കൂടുതലൊന്നും പറയാറില്ല ഓരോ കാര്യങ്ങളും ആരോടും. ഇപ്പം നമ്മൾ മിറ്റം ഇത്രയും വരെ എത്തി നന്നാക്കി. നമ്മളിതാ ഇവിടെയൊക്കെ നമ്മൾ പറിച്ച് നല്ല കണ്ടോ, അയിത്തപ്പോലെയല്ല, എല്ലാ കാടൊക്കെ പറിച്ചു. ഇനി ഇവിടെയുണ്ട് കുറച്ച്. ഇത് ഇത്രയും പുല്ല് മിറ്റത്തുള്ളതാണ്. പറിക്കാനുള്ള സമയം കിട്ടിയില്ല. ഇടയ്ക്ക് പിന്നെ ഒരു മടിയാവും. എനിക്ക് ഇന്നന്നേരം ഒരു മടി തോന്നിയില്ല, വേഗം പറിച്ചേക്കാന്ന് ഓർത്ത് അങ്ങനെ പറിക്കുക. എനിക്ക് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 മക്കളുണ്ട് കേട്ടോ. ഹസ്ബൻഡ് ഇല്ല, അയാൾ ഒന്നിനെ വിട്ടേച്ച് വേറൊരെണ്ണത്തിന് കയ്യും പിടിച്ചങ്ങ് പോയി. കെട്ടിയതിനെ വിട്ടേച്ച് കെട്ടാത്തതിൻ്റെ കയ്യും പിടിച്ച് പോയി എന്നൊക്കെ പറയുന്നൊരു പാട്ടുണ്ട്, ഉടുക്കോട്ടം പാട്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അയാൾ അതിനെയും കൊണ്ട് പോയി. അപ്പോൾ പിന്നെ നമ്മൾ വേറെയായി. ഞാൻ എൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഉള്ള ആഗ്രഹങ്ങളാണ്, ഒരു പെര വയ്ക്കണം. നമ്മൾ ഇറക്കി വിട്ടവരോടൊക്കെ നമുക്ക് പകരം ചോദിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിന് നമുക്കാരോടും പകരം ചോദിക്കാനൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ദൈവം തന്നതാണ് ഇതെല്ലാം. നമ്മളന്ന് വിചാരിച്ച് ദൈവത്തിനോട് നല്ലത് പറഞ്ഞ് കാല് പിടിച്ച് ജീവിക്കുന്നു ദൈവത്തിൻ്റെ. പിന്നെ മറ്റൊന്നുമില്ല, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ ഒരുപാടങ്ങനെ എല്ലാം പറയാൻ പറ്റില്ലല്ലോ. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും, കുറേ പറയാവുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീടിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മുറ്റത്തെ കാടും പറിച്ച് കഴിഞ്ഞു. ഇത്രയും വർഷം ഞാൻ ജോലിക്ക് പോയിട്ടാണ് ജീവിച്ചത്. നമുക്കാരും കൊണ്ടു തന്നിട്ടില്ല ഒന്നും. ഭക്ഷണത്തിനും കല്യാണം കഴിച്ച് വിട്ടത് തന്നെ നമുക്ക് വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്കൊക്കെ വിട്ട സ്ഥലത്തെ കാര്യം ഭയങ്കര അവതാളത്തിലായിപ്പോയി. കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ആൾ നല്ലതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബം നന്നാവില്ലല്ലോ. നമ്മൾ ഭർത്താവ് നന്നാവണം. ഭർത്താവ് നന്നായാലാണ് നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ, മക്കളും നന്നായി വരുള്ളൂ. മോളുണ്ട്, മോളെ കെട്ടിച്ചു വിട്ടു. മോൾക്ക് കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. എന്നാൽ അടുത്തൊരു വീഡിയോയിൽ വരാം നമുക്ക് കേട്ടോ. എല്ലാവർക്കും ഹായ്, ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും. എൻ്റെ വീഡിയോ കാണുന്നവർക്കും കാണാത്തവർക്കും എല്ലാവർക്കും. എന്നാൽ ബായ്, അടുത്ത വീഡിയോ കാണാം.